പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 10-ാം തിരുവചനം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിനു വേണ്ടി മാത്രം സ്വയം ഹൃദയം ഒരുക്കി വയ്ക്കുന്നവൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ ശക്തി കണ്ടെത്തുക എന്നതിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധ പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി സ്വയം ജീവിതത്തെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ചില ബലഹീനതകൾ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാനായിട്ടുള്ള മാർഗങ്ങളായി മാറും. നമ്മളും ബലഹീനരായി മാറുന്ന നിമിഷങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ബലഹീനരാകുമ്പോൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്കുവാൻ കരുത്തിനായി പ്രാർത്ഥിക്കാം. ഈശോ തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് ബലഹീനരായ മനുഷ്യരെ ആയിരുന്നു. എന്നാൽ അവർ ആത്മാവിൽ ശക്തരായി മാറിയതുകൊണ്ട് അവർക്ക് അവരുടെ ബലഹീനതകളെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചു. ആത്മാവിൽ ശക്തി ആർജിക്കുവാൻ തക്കവിധത്തിലുള്ള വിശ്വാസവും ദൈവാശ്രയവും നമ്മളിലും ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.